യുദ്ധഭൂമിയിലൂടെ കുതിച്ചു പായുന്ന ഈ ആകാശങ്ങളെക്കുറിച്ച് ചരിത്രത്തിലെങ്കിലും കേട്ട് കാണുമല്ലോ അല്ലേ? ശ്രീരാമ ജന്മഭൂമിയിൽ ബാലരാമ പ്രതിഷ്ഠ എന്ന അശ്വമേധയാഗം നടത്തി ഈ ആകാശത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ അഴിച്ചുവിടുകയാണ് ഇപ്പോൾ BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിച്ചുവിടുന്ന സംസ്ഥാനങ്ങൾക്ക് ഇടക്കാൻ കുതിച്ചു പായുന്ന ആ ആകാശത്തെ പിടിച്ചു കിട്ടാൻ കേൾപ്പുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇനിയുണ്ടോ എന്നതാണ് $1 മില്യൺ ചോദ്യം. BJPക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടെന്ന് റിപ്പോർട്ട് ലഭിച്ച സീറ്റുകളിലൂടെ ഇങ്ങനെ ജൈത്രയാത്ര നടത്താൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദിയും JP നദ്ദയും മറ്റ് മുതിർന്ന BJP കേന്ദ്ര നേതാക്കളും. മഹാരാഷ്ട്രയിലൊരു തേരോട്ടത്തിനൊരുങ്ങുകയാണ് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി. 80 സീറ്റുള്ള UP കഴിഞ്ഞാൽ 48 എന്ന ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള മഹാരാഷ്ട്രയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടാൻ ലക്ഷ്യമിടുന്ന BJP പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പരമാവധി ഉറപ്പാക്കാനുള്ള ശ്രമത്തിലുമാണ്. അങ്ങനെ വെറുതെ വിടാൻ BJP ഉറപ്പിച്ചിട്ടില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പറയുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും BJP തുടങ്ങിക്കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ പഴയ കോൺഗ്രസിനേക്കാൾ പ്രഭാവമാണ് ഇപ്പോൾ BJPക്ക്. ദക്ഷിണേന്ത്യയിൽ നിന്നും BJPക്ക് 28 ലോക്സഭാ അംഗങ്ങളുള്ളപ്പോൾ കോൺഗ്രസിനത് 27 മാത്രമാണ്. രാജ്യസഭയിൽ ഈ മേഖലയിൽ നിന്നും 8 അംഗങ്ങളും കോൺഗ്രസിന് 7 പേരുമാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് BJP തങ്ങളുടെ തന്ത്രങ്ങൾ കടുപ്പിക്കുകയാണെന്നും നദ്ദ മറുപടി നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം സുനിശ്ചിതമാണ്. ദക്ഷിണേന്ത്യയിലും ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിച്ചു വരികയാണ്. BJPയോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾക്ക് ഒരംഗം കൂടുതൽ നിലവിൽ എന്നതിലൂടെ വ്യക്തമാകുന്നത്. വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ വാക്ക് പാലിക്കും. ഏകീകൃത സിവിൽ കോഡിന് ഉത്തരാഖണ്ഡിൽ തുടക്കം കുറിച്ച് നടപ്പാക്കും. ഇനി മഹാരാഷ്ട്രയുടെ കാര്യമെടുത്താൽ ശരത് പവാർ വിഭാഗത്തിൻ്റെ സ്വാധീന മേഖലയായ പശ്ചിമ മഹാരാഷ്ട്രയിലും ഉദ്ധവ് താക്കറയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിലും ഈ 19-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പരിപാടികളുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കമാക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. 45 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് BJP അവിടെ ലക്ഷ്യമിടുന്നത്. 2 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലേക്ക് എത്തുന്നത്. ജനുവരി 2-ാം വാരം മുംബൈയിൽ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി 3-ാം വാരം സോലാപൂരിൽ തൊഴിലാളികൾക്കായുള്ള ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനും എത്തിയിരുന്നു. പശ്ചിമ മഹാരാഷ്ട്രയിൽ BJP ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത സത്താറ ലോക്സഭാ മണ്ഡലത്തിലാണ് 19-ന് മോദി എത്തുക. മറാഠ ചക്രവർത്തി ഛത്രപതി ശിവാജിയുടെ പേരുള്ള പുരസ്കാരം ചടങ്ങിൽ മോദി ഏറ്റുവാങ്ങും. NCP കോൺഗ്രസ് പാർട്ടികളോട് ആഭിമുഖ്യം കാട്ടിയിരുന്ന മറാഠ സമുദായത്തിൻ്റെ വോട്ടുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ശിവാജിയുടെ പിൻതലമുറക്കാരനായ ഉദയൻരാജെ ഭോസ്ലയെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ഇത്തവണ തീരുമാനിച്ചേക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥിയെ വിജയിച്ച ഭോസ്ലെ പിന്നീട് രാജിവെച്ച് BJP അംഗമായി. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹം മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കേണ്ട ശ്രമത്തിലുമാണ്. ഇതുകൊണ്ടൊന്നും BJPയുടെ അശ്വമേധത്തിൻ്റെ ജൈത്രയാത്ര തുടരുന്നില്ല. സംസ്ഥാനങ്ങൾ കടന്ന് കന്യാകുമാരി വരെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ആ അശ്വമേധ യാത്രയിൽ വൻമരങ്ങളെല്ലാം കടപുഴകി വീഴുമെന്ന പ്രതീക്ഷയിലാണ് BJP ദേശീയ നേതൃത്വവും.